ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 9ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് 3 ഫ്ലെയിംസുകൾ കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഉടനെ തന്നെ ടെന്റിലേക്ക് തിരിഞ്ഞു നോക്കിയ യാണിനെയാണ്. പെട്ടെന്ന് ടെന്റിലേക്ക് തിരിഞ്ഞു നോക്കിയത് വേറൊന്നിനും ആയിരുന്നില്ല, ഉറങ്ങുകയായിരുന്ന യൂണറിനെ അത് ഡിസ്റ്റർബ് ചെയ്തോ എന്ന് നോക്കിയതായിരുന്നു. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ യാൺ നിരാശയോടെ ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം. ഫ്ലെയിംസ് എനിക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, ഇതുവഴി ഒരു വിജയ സാധ്യതയും ഞാൻ കാണുന്നില്ല. മെഡിസിൻ എൽഡർ അതിന് മറുപടിയായിട്ട് പറയുന്നത് ഫ്ലെയിംസുകളിലുള്ള എനർജിയിലുള്ള വ്യത്യാസം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ടൈമിങ്ങും കൺട്രോളുമാണ്. അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, സമയമെടുക്കുമെന്നാണ് മെഡിസിൻ എൽഡർ പറയുന്നത്. തോൽവിയൊക്കെ അതിന്റെ ഭാഗമാണ്, നിരാശപ്പെടരുത്. അവസാനം അവനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി 2 ഫ്ലെയിംസുകൾ കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യുൻഷാനെ പരാജയപ്പെടുത്താമെന്ന് പറയുന്നു. യാണിന് ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം സാധ്യമാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. യുൻഷാനെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്ന സംശയവും ഉണ്ടായിരുന്നു. എന്നാൽ മെഡിസിൻ എൽഡറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് ആശ്വാസമാകുന്നു. അവനെ അങ്ങനെ വിശ്വസിക്കുന്നതിന് മെഡിസിൻ എൽഡറിന് നന്ദി പറയുന്നു. മെഡിസിൻ എൽഡർ അപ്പോൾ എന്തിനും അവന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. അതിനുശേഷം ഉറങ്ങിക്കിടക്കുകയായിരുന്ന യൂണറിന്റെ അടുത്ത് വന്ന് യൂണറിന്റെ മുഖത്ത് തലോടുകയും കയ്യിൽ ചുംബിക്കുകയും ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നു: ഞാൻ എപ്പോഴും സെൽഫിഷ് ആയിരുന്നു, എപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വരുന്നതുവരെയും നീ വെയിറ്റ് ചെയ്തേ മതിയാകൂ. അതും പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷമത്തോടെ ഒറ്റയ്ക്ക് യാൺ അവിടുന്ന് പോവുകയാണ്. യൂണറിനെയും ആ അപകടത്തിലേക്ക് വലിച്ചിഴക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് യാണിന്റെ ഫാദറിന്റെ അടുത്തേക്ക് വരുന്ന യുൻഷാനെയാണ്. യുൻഷാനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇപ്പോഴുള്ള ലെവലിൽ നിന്ന് അയാൾ അടുത്ത ലെവലിലേക്ക് എത്തിയെന്ന് യാണിന്റെ ഫാദറിന് മനസ്സിലാകുന്നു. സോൾഹാള് അയാളെ അതിന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവർ അവരുടെ വാക്ക് പാലിച്ചു എന്ന് ഇതുവഴി മനസ്സിലാക്കാം. ഈ ലെവല് എന്ന് മാത്രമേ ഞാൻ എപ്പോഴും പറയാറുള്ളൂ, കാരണം നിങ്ങൾക്ക് സംശയമാകേണ്ട എന്ന് കരുതിയാണ് ലെവലുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാതിരുന്നത്. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ അതിന്റെ ഓർഡർ ഞാൻ വെബ്സൈറ്റിൽ ഇട്ടിരിക്കാം. വെബ്സൈറ്റിലെ ന്യൂസ് സെക്ഷനിൽ കയറി നോക്കിയാൽ മതി. ഏറ്റവും താഴ്ന്ന ലെവൽ മുതൽ ഹൈ ലെവൽ വരെയുള്ള ഓർഡർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം 11 ലെവലുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും ടോപ്പ് എന്നത് ഫൈറ്റ് ഗോഡ് ആണ്. യാണിപ്പോ ഉള്ളത് ഫൈറ്റ് കിങ് എന്ന ലെവലാണ്. അത് 6ാമത്തെ ലെവലാണ്. യുൻഷാൻ നേരത്തെ ഫൈറ്റ് എംബറർ ആയിരുന്നു, അതായത് 7ാമത്തെ ലെവൽ ആയിരുന്നു. പക്ഷേ സോൾഹാളിന്റെ സഹായത്തോടെ ഫൈറ്റ് ആൻസസ്റ്റർ എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു, അതായത് 8ാമത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ യാണിന്റെ ഫാദറിന് അത് മനസ്സിലാകുന്നു. യാണിന്റെ ഫാദർ അതിനെക്കുറിച്ച് പറയുന്നു. യുൻഷാൻ അപ്പോൾ പറയുകയാണ്: നിനക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ, ഫൈറ്റ് ആൻസസ്റ്റർ ലെവലിൽ എത്തുന്നത് അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഷിയോ ഫാമിലിയും ക്ലൗഡ് മിസ്റ്റി സെക്റ്റും ഒക്കെ നല്ല ചങ്ങാത്തത്തിലായിരുന്നു. പക്ഷേ നിന്റെ മകൻ യാൺ കാരണമാണ് ആ ചങ്ങാത്തം നഷ്ടമായത്. ഷിയോ ഫാമിലിയെ മുഴുവനായിട്ട് ഞാൻ തുടച്ചു നീക്കിയത്. അവൻ ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിനെ പ്രകോപിപ്പിക്കാൻ പാടില്ലായിരുന്നു. യാണിന്റെ ഫാദർ അപ്പോൾ പറയുകയാണ്: 3 വർഷത്തെ എഗ്രിമെന്റ് മുന്നോട്ട് വെച്ചത് നിങ്ങളായിരുന്നില്ലേ, അവൻ അത് ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് നിങ്ങൾ കരുതിയത്. ആ ചലഞ്ച് സ്വീകരിച്ചാൽ പോലും അവൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് നിങ്ങൾ കരുതി. പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തകർത്തെറിഞ്ഞ് എന്റെ മകൻ വിജയിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ എല്ലാ കുറ്റവും അവന്റെ മേൽ ചുമത്തുകയാണോ? എന്ത് നാണം കെട്ട സെക്റ്റാണ് ക്ലൗഡ് മിസ്റ്റി സെക്റ്റ്. ഷിയോ ക്ലാനെ മുഴുവനുമായിട്ടും ഇല്ലാതാക്കി, എന്നെ ഈ തടവറയിലാക്കി. എന്നിട്ടും ഷിയോ ക്ലാനോടുള്ള നിങ്ങളുടെ ദേഷ്യമൊന്നും മാറിയില്ലേ? അവസാനം തന്നെ വേണമെങ്കിൽ കൊന്നോളൂ, തന്റെ മകനായിട്ടുള്ള യാണിനെയെങ്കിലും വെറുതെ വിടാൻ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ അതിപ്പോൾ തന്റെ കരങ്ങളിലല്ല എന്ന് യുൻഷാൻ പറയുന്നു. പ്രകോപിപ്പിക്കാൻ പാടില്ലാത്ത വലിയൊരു സെക്റ്റിനെയാണ് യാൺ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ക്ലൗഡ് മിസ്റ്റി സെക്റ്റ് പോലും അവരെ പ്രകോപിപ്പിക്കാറില്ല. അത് കേട്ട് കഴിയുമ്പോൾ സംശയത്തോടെ യാണിന്റെ ഫാദർ പറയുകയാണ്: നിങ്ങളുടെ ഫൈറ്റിംഗ് എനർജി വളരെ വീക്കാണ്. നിങ്ങൾ ഫൈറ്റിംഗ് ആൻസസ്റ്റർ ലെവലിൽ എത്തിയത് എന്തോ പില്ല് കഴിച്ചിട്ടോ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെയോ ആണ്. നിങ്ങൾ പോലും ഭയക്കുന്ന ആ സെക്റ്റ് ആയിരിക്കുമല്ലേ നിന്നെ ഈ ലെവലിൽ എത്തിക്കാൻ സഹായിച്ചത്. അതിനുശേഷം ദേഷ്യത്തോടെ നിങ്ങളെപ്പോലെയുള്ളവർ സെക്റ്റിന് തന്നെ അപമാനമാണെന്ന് പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ യുൻഷാൻ ദേഷ്യത്തോടെ യാണിന്റെ ഫാദറിനെ ആക്രമിക്കുന്നു. അയാൾ വേദനയാൽ പൊളയുന്ന സമയത്ത് യുൻഷാൻ പറയുകയാണ്: ഞാൻ ഫൈറ്റിംഗ് ആൻസസ്റ്റർ ലെവലിൽ എത്തി, ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിലെ ഒരു നേതാവും എത്താത്ത ലെവലിലേക്ക് എത്താൻ പോവുകയാണ്. അതും പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഉറക്കമുണരുന്ന യൂണറിനെ കാണുന്നു. യാണിനെ അവിടെ എല്ലായിടത്തും നോക്കിയിട്ടും കാണുന്നില്ല. യാണിന്റെ പേര് യൂണർ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജനറൽ അവിടെ എത്തി യാൺ ഒറ്റയ്ക്ക് ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിലേക്ക് പോയി അവളെ ഗോക്ലാനിലേക്ക് കൊണ്ടുപോകാൻ തന്നോട് പറഞ്ഞു എന്ന് പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ യൂണറിന് ഒരുപാട് വിഷമമാകുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്തതല്ലേ ഇതെന്നൊക്കെ ചോദിക്കുന്നു. ഒരുപാട് വിഷമത്തോടെ യാണിനെ കുറിച്ച്
ഓർത്ത് യൂണർ ആകുലപ്പെടുന്നു. യാണാകട്ടെ പറന്ന് പറന്ന് ക്ലൗഡ് മിസ്റ്റി സെക്റ്റിൽ എത്തുന്നതായിട്ട് കാണിക്കുന്നു. അവൻ അവിടെ എത്തിയപ്പോൾ തന്നെ ക്ലൗഡ് മിസ്റ്റി സെക്റ്റിലെ ഒരുപാട് ആളുകൾ അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ മെഡിസിൻ എൽഡറിന് എന്തോ പന്തികേട് മണക്കുന്നു. യാണാകട്ടെ മുന്നോട്ട് വന്നുകൊണ്ട് ക്ലൗഡ് മിസ്റ്റി സെക്റ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവന്റെ ഫാദറിനെ വെറുതെ വിടാനും അവനോടുള്ള പ്രതികാരം അവനോട് തന്നെ വീട്ടാനും ആവശ്യപ്പെടുന്നു. എന്നാൽ അത് കേട്ട് യുങ്ഷാൻ പറയുകയാണ്, നിന്റെ ഫാദറിനെ വെറുതെ വിടാനോ? നീ പോലും ഇവിടുന്ന് ജീവനോടെ പോകാൻ പോകുന്നില്ല. പിന്നെയല്ലേ നിന്റെ ഫാദർ? ഷിയോ ക്ലാനെ മുഴുവനായിട്ട് ഞാൻ തുടച്ചു നീക്കാൻ പോവുകയാണ്. അങ്ങനെ ജിയാമ സാമ്രാജ്യത്തിലെ ആർക്കും തന്നെ ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിനെതിരെ പ്രവർത്തിക്കാൻ തോന്നരുത്. അത് കേട്ട് കഴിയുമ്പോൾ യാണിന് ശരിക്കും ദേഷ്യമാകുന്നു. പിന്നെ അവർ തമ്മിലുള്ള ഫൈറ്റ് ആണ് നടക്കുന്നത്. നല്ല രീതിയിലുള്ള ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നു. യാണും ദേഷ്യത്തോടെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിരുന്നു. ആദ്യമൊക്കെ കുറച്ച് അറ്റാക്ക് കിട്ടിയെങ്കിലും ഹെവൻലി ഫ്ലെയിംസ് ഉപയോഗിച്ച് അവസാനം അവന് ആധിപത്യം പുലർത്താനാകുന്നു. മെഡിസിൻ എൽഡർ പറഞ്ഞതുപോലെ തന്നെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഹെവൻലി ഫ്ലെയിം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. യുൻഷാന് നല്ല അറ്റാക്ക് തന്നെ കിട്ടി. നിലത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് ആകാശത്ത് നിന്നൊക്കെയാണ് അവർ ഫൈറ്റ് ചെയ്തത്. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഗെയ്സ്ഡ് ലോട്ടസ് ഫ്ലെയിമിന്റെ അറ്റാക്ക് മൂലം തെറിച്ചു പോകുന്ന യുൻഷാന് ഒരുപാട് പരിക്കുകൾ പറ്റുന്നോ, ചോര തുപ്പുന്നു. അതെല്ലാം ഒളിച്ചു നിന്ന് നിരീക്ഷിക്കുകയായിരുന്ന സോൾഹാളിന്റെ എൽഡർ മൂഗുവോ ഹാൻഫെങ്ങിനോട് പറയുകയാണ്, യുൻഷാൻ വെറുതെയാണ്, വേസ്റ്റ് ആണ്. യാണിനെ പോലും അവന് കീഴടക്കാനാകുന്നില്ല. ക്ലൗഡ് മിസ്റ്റി സെക്റ്റിലുള്ളവർ ആകട്ടെ തങ്ങളുടെ മാസ്റ്ററിന് ഒരുപാട് പരിക്കുകൾ പറ്റുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോർമേഷൻ തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് സോൾഹാളിന്റെ എൽഡർ ആയിട്ടുള്ള മൂഗോയും അയാളുടെ ശക്തി ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ക്ലൗഡ് മിസ്റ്റി സെക്റ്റിലുള്ളവരുടെ ശക്തികൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതാണോ എന്നറിയില്ല. യുൻഷാനും ക്ലൗഡ് മിസ്റ്റി സെക്റ്റിലെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ ഫോർമേഷൻ യാണിന്റെ നേരെ പ്രയോഗിച്ചിട്ട് പോലും ഗെയ്സ്ഡ് ലോട്ടസ് ഫ്ലെയിം ഉപയോഗിച്ച് യാൺ അതിനെയെല്ലാം ചേർത്ത് നിന്നതാണ്. എന്നാൽ മൂഗു വിട്ട ശക്തി ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിലെ ഓരോ അംഗങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ആ ഫോർമേഷന്റെ ഒക്കെ ശക്തി ഒരുപാട് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുമൂലം യുൻഷാന്റെയും ശക്തി വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുൻഷാൻ പിന്നീട് നടത്തിയ അറ്റാക്ക് മൂലം യാൺ തെറിച്ചു പോകുന്നു. അവിടെ നടക്കുന്ന മാറ്റങ്ങൾ യാണും ശ്രദ്ധിക്കുന്നുണ്ട്. അയാളുടെ ഫൈറ്റിംഗ് എനർജിയിലൊക്കെ വിചിത്രകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് യാണിന് മനസ്സിലാകുന്നു. അതൊന്നും തന്നെ ക്ലൗഡ് മിസ്റ്റി സെക്റ്റിന്റെ ടെക്നിക് അല്ല എന്ന് മെഡിസിൻ എൽഡർ പറയുന്നു. അട്ടഹസ്തി ചിരിച്ചുകൊണ്ട് യുൻഷാൻ ആകട്ടെ ഇങ്ങനെ പറയുന്നു, ഇനി നിനക്ക് പിന്തിരിയാനൊന്നും സാധിക്കില്ല. അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നിന്റെയും നിന്റെ ഫാദറിന്റെയും ശവശരീരങ്ങൾ എല്ലാവരും കാണത്തക്ക രീതിയിൽ കെട്ടിത്തൂക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അതൊരു പാഠമാകണം. ഭാവിയിൽ ആരും തന്നെ ക്ലൗഡ് മിസ്റ്റി സെക്റ്റിനെ ഒഫൻഡ് ചെയ്യാൻ ഒന്ന് പേടിക്കണം. യാണാകട്ടെ വേറെ നിവർത്തിയില്ലാതെ 3 ഫ്ലെയിംസുകൾ ഒരുമിച്ച് കൊണ്ടുള്ള അറ്റാക്ക് നടത്തുന്നു. 3 ഫ്ലെയിംസുകൾ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ അത് വളരെ പവർഫുൾ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ആ അറ്റാക്ക് മൂലം യുൻഷാൻ അല്പം തെറിച്ചു പോയി എന്നല്ലാതെ ഒന്നും തന്നെ യുൻഷാന് സംഭവിച്ചില്ല. ഒരുപക്ഷെ 3 ഫ്ലെയിംസുകൾ ഒരുമിച്ച് കൊണ്ടുള്ള അറ്റാക്കിംഗ് ടെക്നിക്ക് ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം ആ അറ്റാക്ക് മൂലം യുൻഷാന് ഒന്നും തന്നെ സംഭവിക്കാതിരുന്നത്. ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിം കണ്ടു കഴിയുമ്പോൾ മൂഗു ഒക്കെ ശരിക്കും സന്തോഷിക്കുന്നു. അതിനുശേഷമുള്ള യുൻഷാന്റെ അറ്റാക്ക് ഒക്കെ യാണിന് ശരിക്കും ഏറ്റിരുന്നു. യുൻഷാന്റെ അറ്റാക്ക് മൂലം യാൺ ശരിക്കും സ്ട്രഗിൾ ചെയ്യുകയാണ്. വലിയൊരു വാള് തന്നെ ഉണ്ടാക്കി അത് യാണിന്റെ നേരെ വിടുന്നു. യാൺ അതിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. അത് തടയാൻ ശ്രമിച്ചപ്പോഴാകട്ടെ അതുകൊണ്ടുള്ള അറ്റാക്ക് മൂലം അവൻ തെറിച്ചു പോവുകയായിരുന്നു. തെറിച്ചു പോയി ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്ന സമയത്താണ് ആ ഫോർമേഷൻ യാൺ കാണുന്നത്. ക്ലൗഡ് മിസ്റ്റി സെക്റ്റിലുള്ള എല്ലാവരും ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്ത ആ ഫോർമേഷന്റെ ശക്തി മൂലമാണ് ഒട്ടും എഫേർട്ട് ഒന്നുമില്ലാതെ യുൻഷാൻ യാണിനെ ആക്രമിച്ചത്. ആദ്യം യാൺ കരുതിയത് ഫൈറ്റിംഗ് ആൻസെസ്റ്റർ ലെവൽ എത്തിയത് കൊണ്ടായിരിക്കാം യുൻഷാൻ ഒരു എഫേർട്ടും ഇല്ലാതെ അവനെ ആക്രമിച്ചത് എന്നാണ്. അതുകൊണ്ട് ആദ്യം ആ ഫോർമേഷൻ തകർക്കുകയാണെങ്കിൽ തനിക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കി യാൺ ആദ്യമേ തന്നെ ആ ഫോർമേഷൻ തകർക്കുന്നു. ഇപ്പോഴും ആ ഫോർമേഷൻ തകർന്നോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. അവന്റെ ശക്തി അതിന്മേൽ പ്രയോഗിച്ചിരുന്നു. അതിനുശേഷം ഒരുപാട് കോൺഫിഡൻസോടെയാണ് യുൻഷാനെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. എന്നാൽ അപ്പോഴാകട്ടെ യുൻഷാൻ അയാളുടെ മറ്റൊരു ടെക്നിക്ക് പുറത്തെടുക്കുകയായിരുന്നു. യുൻഷാനെ പോലെയുള്ള കുറെ ക്ലോണുകൾ അവിടെ പ്രത്യക്ഷമായി. എന്നാൽ ക്ലോണുകൾ ഉണ്ടാക്കിയിട്ട് പോലും യാണിനെ വലിയ രീതിയിലൊന്നും ആക്രമിക്കാനായില്ല. അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും യാൺ അതിനെയെല്ലാം ചേർത്ത് നിന്നു. സത്യം പറയാലോ, ഇതിലെ ഫൈറ്റ് ഒക്കെ ശരിക്കും അലമ്പാണ്. നിങ്ങൾ ഈ എക്സ്പ്ലനേഷൻ കേൾക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് തോന്നാത്തത്. നിങ്ങൾ ഏതിന്റെയെങ്കിലും സീരീസ് ഡയറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾ കാണരുത്. എക്സ്പ്ലനേഷൻ മാത്രം കണ്ടാൽ മതി. എല്ലാത്തിന്റെയും ആനിമേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നഷ്ടമുണ്ടാകില്ല. ഏതെങ്കിലും ഒരു ആനിമേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിന് അഡിക്റ്റ് ആയി പോകും. ഇത് എന്റെ ഗ്യാരണ്ടിയാണ്. ഇതിന്റെയൊക്കെ ലൈവ് ആക്ഷൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആനിമേഷനും ഇഷ്ടമാകും. ഞാനും
ഞാനും ഈ ഇടയ്ക്കാണ് ആനിമേഷൻ കണ്ടത്. അതിനുശേഷം ഞാൻ അതിന് ശരിക്കും അഡിക്റ്റ് ആയി പോയി എന്ന് തന്നെ പറയാം. ഫൈറ്റിന്റെ കാര്യം മാത്രമല്ല, ഓരോരുത്തരുടെയും അഭിനയമാണെങ്കിൽ പോലും ശരിക്കും അലമ്പാണ്. ഇതിന്റെ പിന്നാമ്പുറത്തുള്ളവരാണെങ്കിൽ പോലും ഫസ്റ്റ് സീസണിൽ നിന്നുള്ള ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഇത്രയ്ക്കും അലമ്പാകില്ലായിരുന്നു. ഇത്രയും ചെയ്ത സ്ഥിതിക്ക് കംപ്ലീറ്റ് ആക്കണം. അതുകൊണ്ട് മാത്രമാണ് കഷ്ടപ്പെട്ട് ഞാനിത് കാണുന്നത്. ഇനിയും കൂടുതലായിട്ട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് കഥ തുടരാം. ക്ലോണുകൾ ഉപയോഗിച്ചാണല്ലോ യാണിനെ അറ്റാക്ക് ചെയ്യുന്നത്. യാൺ അപ്പോൾ പറയുന്നത്, എനിക്ക് യഥാർത്ഥത്തിലുള്ള യുൻഷാനെ മനസ്സിലാകില്ല, പക്ഷേ എന്റെ ഫ്ലെയിംസിന് മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെയിംസ് ഉപയോഗിച്ചുകൊണ്ടാണ് യുൻഷാനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലോണുകളെല്ലാം തന്നെ അതുമൂലം അപ്രത്യക്ഷമായി. ഫ്ലെയിംസ് ഉപയോഗിച്ച് യഥാർത്ഥ യുൻഷാനും അറ്റാക്ക് കിട്ടുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും ഉണ്ടാകുന്നില്ല. അത് കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി 3 ഫ്ലെയിംസും ഒരുമിച്ച് കൊണ്ട് യാൺ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ഇപ്രാവശ്യം കുറച്ചുകൂടി കൺട്രോള് കൂടിയാണ് യാൺ അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഈ അറ്റാക്ക് മൂലം യുൻഷാൻ ഒക്കെ ശരിക്കും തെറിച്ചു പോയി വീഴുന്നുണ്ട്, ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്നു. അത് മാത്രമല്ല, ആ ഒരു അറ്റാക്ക് മൂലം ക്ലൗഡ് സെറ്റിലുള്ള എല്ലാവർക്കും നല്ല രീതിയിലുള്ള പരിക്കേൽക്കുന്നുണ്ട്. ചിലരൊക്കെ ഫ്ലെയിംസ് മൂലം അപ്രത്യക്ഷമായി പോയി എന്നാണ് തോന്നുന്നത്. ശേഷം നിലത്തിറങ്ങി വളരെ അവശതയിലുള്ള യുൻഷാനോട് യാൺ പറയുന്നത്, നിങ്ങൾ പരാജയപ്പെട്ടു, എന്റെ ഫാദറിനെ ഇനി വിട്ടുതരണമെന്നാണ്. എന്നാൽ എന്നിട്ടും പരാജയം സമ്മതിക്കാത്ത രീതിയിൽ പെട്ടെന്ന് യാണിന്റെ നേരെ ഒരു ആക്രമണം നടത്തുന്നു. യാൺ ആകട്ടെ അത് പെട്ടെന്ന് തന്നെ തടയുകയും നല്ല രീതിയിലുള്ള ആക്രമണം അയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതുമൂലം തെറിച്ചു പോയി അയാൾ വീഴുന്നു. മതിലൊക്കെ ഇടിച്ചു വീഴുന്ന അയാൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇനി അയാൾ എഴുന്നേക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോഴേക്കും കറുത്ത ഒരു പുക ബന്ധനസ്ഥതയിലുള്ള യാണിന്റെ ഫാദറിനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ആ തടവറയോട് കൂടി തന്നെയാണ് യാണിന്റെ ഫാദറിനെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. അത് കണ്ട് വിഷമം താങ്ങാനാകാതെ യാൺ തന്റെ ഫാദറിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. യാണിന്റെ ഫാദർ ആകട്ടെ അത് കണ്ട് യാണിനോട് അങ്ങോട്ട് വരല്ലേ എന്നാണ് പറഞ്ഞത്. എന്നാൽ യാൺ അതൊന്നും കേട്ടില്ല. എന്നാൽ യാൺ അതിന്റെ അടുത്തെത്തിയപ്പോഴേക്കും മൂഗോ അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ കേജും അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കുന്നു. അതിനുശേഷം മറ്റൊരു സ്ഥലത്താണ് പ്രത്യക്ഷപ്പെടുന്നത്. യാൺ അത് കണ്ടു കഴിയുമ്പോൾ ദേഷ്യത്തോടെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്റെ ഫാദറിനെ റിലീസ് ചെയ്യാൻ പറയുന്നു. എന്നാൽ ആ വ്യക്തിയാകട്ടെ മെഡിസിൻ എൽഡറിനോട് എന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഒളിച്ചിരിക്കാതെ മോതിരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരൂ. ഒളിച്ചിരിക്കാനായിരുന്നെങ്കിൽ നീ നിന്റെ ബോൺ സ്പിരിറ്റ് ചിൽ ഫ്ലെയിം യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ബോൺ സ്പിരിറ്റ് ചിൽ ഫ്ലെയിം യാൺ ചോദിക്കുമ്പോഴൊക്കെ മെഡിസിൻ എൽഡർ കടം കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഉടനെ തന്നെ മെഡിസിൻ എൽഡർ മോതിരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. യാൺ അപ്പോൾ മെഡിസിൻ എൽഡറിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് പുറത്തേക്ക് വന്നതെന്ന്. മെഡിസിൻ എൽഡർ അപ്പോൾ പറയുന്നത്, കുറെ നാളായി മോതിരത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു, ഇനിയും ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്ന് പറയുന്നു. മൂഗോ അപ്പോൾ പറയുന്നത്, നീ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. യാൺ അപ്പോൾ മെഡിസിൻ എൽഡറിനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മെഡിസിൻ എൽഡർ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. അത് മാത്രമല്ല, അതാണ് മൂഗോ എന്ന് പറയുന്നു. മെഡിസിൻ എൽഡറിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അതിനുശേഷം അയാൾ സോൾഹാളിന്റെ വലങ്കയായിട്ട് തീരുകയായിരുന്നു. മാത്രമല്ല, ഇവൻ പറഞ്ഞിട്ടാണ് ഹാൻഫെങ് എനിക്ക് വിഷം തന്നത് പോലും. അന്ന് സോൾഹാളിനെ മുഴുവനായിട്ട് ഞങ്ങൾ തുടച്ചു നീക്കേണ്ടതായിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങളാണ് സോൾഹാള് ഉണ്ടാക്കുന്നത്. അതിനെല്ലാത്തിനും ഇന്ന് അവസാനം ഉണ്ടാക്കണം. യാൺ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ സോൾഹാളിന്റെ കൂടെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാമെന്നാണ് മെഡിസിൻ എൽഡറിനോട് പറയുന്നത്. എന്നാൽ മെഡിസിൻ എൽഡർ അത് സമ്മതിക്കുന്നില്ല. അവന് ഫൈറ്റ് ചെയ്യാനുള്ള സമയം ഇതുവരെയും ആയിട്ടില്ല എന്നാണ് മെഡിസിൻ എൽഡർ പറയുന്നത്. അതുമാത്രമല്ല, എനിക്കറിയാവുന്നതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഇനി ബാക്കിയെല്ലാം നിന്റെ കരങ്ങളിലാണെന്നും പറയുന്നു. ഭാവിയിൽ യാൺ വളരെ സ്ട്രോങ് ആകുമെന്ന് മെഡിസിൻ എൽഡർ വിശ്വസിക്കുന്നു. ഇപ്പോ അവന് സോൾഹാളിനെ നേരിടാനാകില്ല. എന്നാൽ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ മൂഗു പറയുകയാണ്, ഇന്ന് ആരും ഇവിടുന്ന് ജീവനോടെ പോകാൻ പോകുന്നില്ല. അവന്റെ കയ്യിലുള്ള ഫ്ലെയിംസും സോൾഹാളിന് അവകാശപ്പെട്ടതാണ്. അത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ മെഡിസിൻ എൽഡർ മൂഗുയെ ആക്രമിക്കുന്നു. നല്ല രീതിയിലുള്ള ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതിനിടയ്ക്ക് യാണിനെ എടുത്ത് അവന്റെ ഫാദറിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് എറിയുന്നു. ആദ്യം അവന്റെ ഫാദറിനെ രക്ഷിക്കാനാണ് മെഡിസിൻ എൽഡർ പറഞ്ഞത്. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരുപാട് ബലമൊക്കെ പ്രയോഗിച്ച് യാൺ തന്റെ ഫാദറിനെ രക്ഷിക്കുന്നു. ആ കേജ് തകർത്താണ് തന്റെ ഫാദറിനെ രക്ഷിക്കുന്നത്. ആ സമയത്തും അവന്റെ ഫാദർ ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ശരിക്കും തളർന്നു പോയിരുന്നു. യാണാകട്ടെ ഫാദർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ഞാൻ ഫാദറിനെ ഇവിടുന്ന് രക്ഷിക്കും, പുറത്ത് കടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് പുറത്ത് നിന്ന് ഒരാൾ അവനെ ആക്രമിക്കുന്നത്. ഒരു ഫ്ലെയിം ആയിരുന്നു അവന്റെ നേരെ വന്നത്. അത് മനസ്സിലാക്കി ആ അറ്റാക്ക് തന്റെ മകന് കിട്ടാതിരിക്കാൻ വേണ്ടി യാണിന്റെ ഫാദർ അതിന്റെ മുമ്പിൽ വന്ന് നിന്ന് ആ അറ്റാക്ക് ഏറ്റുവാങ്ങുന്നു. അതുമൂലം അവന്റെ ഫാദറിനെ ശരിക്കും പരിക്കേൽക്കുന്നു. യാണും അതോടൊപ്പം തെറിച്ചു പോയി വീണെങ്കിലും യാണിന് പരിക്കേറ്റില്ല. നോക്കുമ്പോഴായിരുന്നു അത് ഹാൻഫെങ് ആയിരുന്നു. ഹാൻഫെങ് യാണിനോട് ഫ്ലെയിം മന്ത്രയും ഹെവൻലി ഫ്ലെയിംസും അവന് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അല്ലെങ്കിലും ഈ ഹാൻഫെങ് പുറകിൽ നിന്ന് കുത്താൻ മിടുക്കനാണ്. ഇപ്പൊ തന്നെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാതെ പുറകിൽ നിന്നാണ് അറ്റാക്ക് ചെയ്തത്. യാണാകട്ടെ ദേഷ്യത്തോടെ അത് നീ സ്വപ്നം കണ്ടാൽ മതിയെന്ന് പറയുന്നു. ഹാൻഫെങ് അപ്പോൾ നിന്നെ കൊല്ലുന്നത്
എളുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലുള്ള സബ്സിഡറി ഫ്ലെയിം ഉപയോഗിച്ച് യാണിനെ ആക്രമിക്കുന്നു. യാൺ അത് തടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ രക്ഷയ്ക്ക് വേണ്ടി യൂണറും ആ ജനറലും അവിടെ എത്തുന്നു. യൂണർ യാണിനോട് ഫാദറിനെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്നു. ആ ജനറലിനോടാകട്ടെ മെഡിസിൻ എൽഡറിനെ സഹായിക്കാനും ആവശ്യപ്പെടുന്നു. അതിനുശേഷം യൂണറും ഹാൻഫെങ്ങും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പുറത്താണെങ്കിൽ മൂഗുയെ ജനറലും മെഡിസിൻ എൽഡറും കൂടി ഒരുമിച്ച് നേരിടുന്നു. യാണാകട്ടെ അവശതയിലുള്ള അവന്റെ ഫാദറിനെയും കൊണ്ട് മറ്റൊരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവന്റെ ഫാദർ അവനോട് ചോദിക്കുന്നത് അവന് കൊടുത്ത ജെയ്ഡ് ഇപ്പോഴും അവന്റെ കരങ്ങളിൽ തന്നെ ഉണ്ടോ എന്നാണ്. യാൺ അപ്പോൾ ഉടനെ തന്നെ അത് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുന്നു. യാണിന്റെ ഫാദർ ആകട്ടെ എന്ത് വില കൊടുത്തും അത് സൂക്ഷിക്കണമെന്ന് പറയുന്നു. ഷിയോ ഫാമിലിയിലെ ഒരുപാട് രഹസ്യങ്ങളിലേക്കുള്ള കീ ആയിരുന്നു ആ ജെയ്ഡ്. യാൺ അപ്പോൾ എന്ത് വില കൊടുത്തും അത് സംരക്ഷിക്കുമെന്ന് വാക്ക് കൊടുക്കുന്നു. അപ്പോഴേക്കും യാണിന്റെ ഫാദർ ഒരുപാട് അവശതയിലായിരുന്നു. യാൺ അവന്റെ ശക്തി ഉപയോഗിച്ച് ഹീല് ചെയ്യാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഫാദറിനോട് പറഞ്ഞത് അവന്റെ മോതിരത്തിന്റെ ഉള്ളിൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, അവൻ വരുന്നത് വരെയും കാത്തിരിക്കാനാണ്. എന്നാൽ അതൊന്നും വേണ്ട എന്നാണ് യാണിന്റെ ഫാദർ പറഞ്ഞത്. ഒരുപക്ഷെ അയാൾ മരിക്കാറായിട്ടുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകണം, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. യാൺ അപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ യാണിന്റെ ഫാദർ പറയുകയാണ്, വെറുപ്പും വിദ്വേഷവും നിന്റെ ഹൃദയത്തെ കീഴടക്കാൻ നീ അനുവദിക്കരുത്. ദൈവം നിനക്ക് നല്ല കഴിവും ശക്തിയും തന്നിട്ടുണ്ട്, അതുപയോഗിച്ച് നീ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് വേണ്ടത്, ആളുകളെ ഇല്ലാതാക്കുകയല്ല. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നീ എത്രമാത്രം സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നീ ഒരു ഡെവിളിന് തുല്യമായിരിക്കും. നീ കാരണം ലോകം തന്നെ ഇരുട്ടിലാകും. അതുകൊണ്ട് എപ്പോഴും നല്ല പാത തെരഞ്ഞെടുക്കും, നീ നല്ലവനായിരിക്കും എന്ന് നീ എനിക്ക് പ്രോമിസ് ചെയ്തു തരണം. യാൺ അപ്പോൾ ഒരുപാട് വിഷമത്തോടെ തന്റെ ഫാദറിന് പ്രോമിസ് ചെയ്തു കൊടുക്കുന്നു, അവൻ നല്ലവനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. യാൺ വാക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും അവന്റെ ഫാദറും മരിച്ചു പോകുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ ഫാദറിനെ കെട്ടിപ്പിടിച്ച് അവൻ ഒരുപാട് പൊട്ടിക്കരയുന്നു. പിന്നീട് ആ ഒരു ദേഷ്യത്തിലാണ് യാൺ ഹാൻഫെങ്ങിനെ ആക്രമിക്കുന്നത്. സ്ലോ മോഷനിൽ വെറുതെ നടന്നു വന്ന് ഹാൻഫെങ്ങിനെ ആക്രമിക്കുമ്പോൾ പോലും ഹാൻഫെങ് തടയുന്നില്ല. കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാൺ അത്രമാത്രം ദേഷ്യത്തോടെയാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ്. സാധാരണ ഇതേപോലത്തെ സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആകാറുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ഒന്നും തന്നെ തോന്നിയില്ല. ഈ സീസൺ വിജയിച്ചോ ഇല്ലയോ എന്നതിനെ പറ്റിയൊന്നും ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയില്ല. ആരെങ്കിലും ഈ സീസൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വിചിത്രമായിട്ടുള്ള ടേസ്റ്റ് ഉള്ളവരായിരിക്കണം. ഇത് കണ്ട് ആർക്കെങ്കിലും ഒക്കെ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ എല്ലാവർക്കും പറ്റിക്കാവുന്നതാണ്. അതെല്ലാം കണ്ടു കഴിയുമ്പോൾ യൂണറിനും കാര്യം മനസ്സിലാകുന്നു. യൂണർ അവന്റെ ഫാദറിന്റെ അടുത്ത് വന്ന് നോക്കുന്നു. യൂണറും കാണുന്നത് മരിച്ചു കിടക്കുന്ന യാണിന്റെ ഫാദറിനെയാണ്. ഒരുപാട് വിഷമത്തോടെ യാണിന്റെ ഫാദറിന്റെ അടുത്ത് വന്ന് യൂണറും പൊട്ടിക്കരയുന്നു. ചെറുപ്പം മുതലേ നിങ്ങളാണ് എന്നെ വളർത്തിയത്, ഒരിക്കൽ പോലും എനിക്ക് നിങ്ങളെ ഫാദർ എന്ന് വിളിക്കാൻ സാധിച്ചിട്ടില്ല, അതിനു മുമ്പേ നിങ്ങൾ മരിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യൂണർ പൊട്ടിക്കരയുന്നു. ശേഷം പല പ്രാവശ്യവും ആവർത്തിച്ച് പൊട്ടിക്കരഞ്ഞ് ഫാദർ ഫാദർ എന്ന് യൂണർ വിളിക്കുന്നുണ്ട്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.